ഹായ് ഫ്രണ്ട്സ്, സൗദിയിൽ നമ്മൾ ജോലിക്ക് പോകുക അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഫീസ് അടക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് ഫീസ് ഇക്കാമ പുതുക്കുന്നതിനുള്ള ഫീസ്, അതുപോലെ തന്നെ വിസ എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ അതിന് ഫീസ്, നമ്മൾ നാട്ടിലേക്ക് പോരുമ്പോൾ എക്സിറ്റ് റീ എൻട്രി വിസ ഫീസ്, ഇങ്ങനെയുള്ള ഫീസുകളെ പറ്റിയാണ്. അതിന്റെ ഫീസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്, അവിടെ സൗദിയിൽ അടക്കേണ്ട ഫീസുകൾ എന്തൊക്കെയാണ്, ഈ വക സർവീസുകൾക്കൊക്കെ സൗദിയിൽ അടക്കേണ്ട ഫീസുകളെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. അതായത് ഒന്നാമത് പറയുകയാണെങ്കിൽ ഇഷ്യൂൻസ് ഓഫ് ഫൈനൽ എക്സിറ്റ് വിസക്ക് കൊടുക്കേണ്ട ഫീസ് യാതൊന്നും തന്നെ കൊടുക്കേണ്ട, അത് ഫ്രീ ആണ്. ഫൈനൽ എക്സിറ്റ്, നമ്മൾ എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് പോരുമ്പോൾ. അതുപോലെ തന്നെ ഒരു വിസ എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ട്, നമ്മൾ 3 മാസ കാലാവധിക്ക് ഒരു വിസ എടുത്തു, ആ വിസ ഒന്ന് 6 മാസത്തേക്ക് ആക്കണം. അങ്ങനെയുള്ള ഒരു എക്സ്റ്റൻഷൻ, വിസയിൽ എന്തെങ്കിലും എക്സ്റ്റൻഷൻ വന്നു കഴിഞ്ഞാൽ അതിന് ഫീസ് 100 സൗദി റിയാലാണ്, 100 സൗദി റിയാലാണ്. അതുപോലെ തന്നെ ഇഷ്യൂൻസ് ഓഫ് സിംഗിൾ എക്സിറ്റ് ആൻഡ് റീ എൻട്രി വിസ ഉള്ള ഫീസ്, അതിനൊരു ഫീസ് അടക്കണം. അത് 200 സൗദി അറേബ്യൻ റിയാലാണ് അതിനുവേണ്ടി വരുന്നത്. ട്രാൻസിറ്റ് വിസ ത്രൂ സൗദി അറേബ്യ, സൗദി അറേബ്യയിലൂടെ നമ്മളൊരു ട്രാൻസിറ്റ് വിസക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിന് 300 രൂപ ഫീസായിട്ട് അടക്കണം. അതുപോലെ തന്നെ ഇഷ്യൂൻസ് ഓഫ് റെസിഡന്റ് പെർമിറ്റ് ഫോർ ഡൊമസ്റ്റിക് വർക്കേഴ്സ്, വീട്ടിൽ ജോലിക്ക് പോകുന്നവർക്ക് ഇക്കാമ എടുക്കുന്നതിനുള്ള ഫീസ് 600 റിയാലാണ്. അത് ഇൻക്ലൂഡിങ് ഇപ്പൊ ഒരു അഗ്രികൾച്ചർ ഫാമിൽ ജോലിക്കാരാണെങ്കിലും, ഒരു കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിലെ ജോലിക്കാരാണെങ്കിലും, പ്രൈവറ്റ് ഡ്രൈവർമാരാണെങ്കിലും, ഹോം ഗാർഡ്, അങ്ങനെയുള്ള ഡൊമസ്റ്റിക് വർക്കിന് പോകുന്നവർക്കാണ് ഈ പറഞ്ഞ 600 സൗദി റിയാൽ ഇതിനു വേണ്ടി ഇക്കാമ എടുക്കുന്നതിന് വേണ്ടി വരുന്നത്. റെസിഡൻസ് ഫോർ എ ഡിപ്പെൻഡന്റ്, ഇപ്പൊ നമ്മളെ ആശ്രിതർക്ക് 18 വയസ്സിന് മേലുള്ള ആശ്രിതർക്ക് അവരുടെ ഇക്കാമ പുതുക്കാനായിട്ട് 500 റിയാലാണ്, 18 വയസ്സിന് മേലെയാണ് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് ആൻഡ് റീ എൻട്രി വിസ ഇഷ്യൂ ചെയ്യാനായിട്ട് 500 സൗദി റിയാല് വേണ്ടിവരും. റിന്യൂവൽ ഓഫ് റെസിഡൻസി ഫോർ വർക്കേഴ്സ് ഇൻ കമ്പനീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ 650 സൗദി റിയാലാണ്. അതുപോലെ തന്നെ പ്രൊഫഷൻ ചേഞ്ചിങ്, ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് വിസയിലുള്ള ജോലി ചേഞ്ച് ചെയ്യണം. ഇപ്പൊ എഞ്ചിനീയർ, അതല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ നിന്ന് എഞ്ചിനീയർ വിസയിലേക്ക് പേര് പ്രൊഫഷൻ ചേഞ്ച് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ 1000 സൗദി റിയാല് വരും, അത് പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാനായിട്ട്. പിന്നെ ഡിപ്പെൻഡന്റിനെ ആഡ് ചെയ്യാനായിട്ട്, ഇപ്പൊ ഡിപ്പെൻഡന്റ് സൗദി അറേബ്യക്ക് പുറത്ത് ജനിച്ച ഒരു ഡിപ്പെൻഡന്റ് ആശ്രിതനെ ഇതിലേക്ക് ചേർക്കാനായിട്ട് അതിന് സൗദി അറേബ്യൻ റിയാൽ 2000 വരും. അതുപോലെ തന്നെ വിസ ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് ഫസ്റ്റ് ടൈമിലാണെങ്കിൽ 2000 സൗദി അറേബ്യൻ റിയാൽ കൊടുക്കേണ്ടത്, അത് സെക്കൻഡ് ടൈം ആകുമ്പോൾ 4000 ആയിട്ട് വർദ്ധിക്കും. മൂന്നാമത്തെ പ്രാവശ്യം ആകുമ്പോൾ 6000 ആയിട്ട് വർദ്ധിക്കും. പിന്നെ തുടർന്നുള്ള ട്രാൻസ്ഫറിന് 6000 തന്നെ കൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. താങ്ക് യു.